ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഹംപിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അഞ്ചനാദ്രി ഹിൽസും വിത്തല ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ടുള്ള 9ാമത്തെ ദിവസമാണ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഹംപി കണ്ട് തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ വെളുപ്പിന് 5:45 മുതൽ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിത്തല ക്ഷേത്രവും അഞ്ചനാദ്രി ഹിൽസും അതിനിടയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നേരെ ഹംപിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആരാധനാലയം, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമായിട്ടുള്ള വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാനായിട്ട് അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അപ്പോൾ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെക്കാൻ പറ്റും. അങ്ങനെ ചെരുപ്പൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ചെറിയൊരു ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. തുംഗഭദ്ര നദിക്കരയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഹംപി എന്ന് പറയുന്നത്. അവിടെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രൗഢദേവരായ എന്ന് അറിയപ്പെടുന്ന ഭരണാധികാരിയായ ദേവരായ രണ്ടാമൻ്റെ കീഴിലുള്ള നായകൻ ലക്കന്ദൻ ദേശനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന 52 അടിയുള്ള ഗോപുരം കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. 1510 ഗോപുരം അറ്റകുറ്റപ്പണികൾ ചെയ്തതായിട്ടുള്ള രേഖകൾ ഉണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന അപൂർവം ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഹംപിയിലെ ഈ വിരൂപാക്ഷ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ധാരാളം സീലിംഗ് പെയിന്റുകൾ കാണാൻ സാധിക്കട്ടോ. അതൊക്കെ തന്നെ 14-16 നൂറ്റാണ്ടുകളിലേതാണ്. ഇത്രയും കാലം പഴക്കം ചെന്നിട്ടും അതിന്റെ കളറൊന്നും തന്നെ മങ്ങാതെ അവിടെ നിൽക്കുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഹംപിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ സാക്ഷാൽ പരമശിവന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ശ്രീ വിരൂപാക്ഷനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 7ാം നൂറ്റാണ്ട് മുതൽ ക്ഷേത്രത്തിലെ ചരിത്രമെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ വളരെ ചെറിയ ക്ഷേത്രമായിരുന്നെങ്കിലും വിജയനഗര ഭരണാധികാരികളുടെ കീഴിൽ ഇതൊരു മഹാക്ഷേത്രമായിട്ട് വളരുകയായിരുന്നു. ഇന്നുവരെ ഹംപിയിൽ നന്നായിട്ട് പരിപാലിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ വിരൂപാക്ഷ ക്ഷേത്രമാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ തുമ്പിക്കൈ കൊണ്ട് വെച്ച് അനുഗ്രഹിക്കുന്ന ലക്ഷ്മി എന്നൊരു ആനയുണ്ട് കേട്ടോ. ആ ആനയുടെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ദക്ഷിണയൊക്കെ കൊടുത്ത് ലക്ഷ്മി എന്ന സുന്ദരിയായ ആനയുടെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഗണിതശാസ്ത്ര സങ്കല്പങ്ങളുടെ കൃത്യമായിട്ടുള്ള ഘടനകൾ ഓരോ നിർമ്മിതികളിലും ഓരോ അലങ്കാരങ്ങളിലും അത്ഭുതമായിട്ട് നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആയിട്ട് ഒരു ഡാർക്ക് റൂമിനുള്ളിൽ കാണാൻ സാധിക്കും. അതിന് നമ്മൾ ആൻഷ്യൻ്റ് പിൻഹോൾ എഫക്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ പുറത്ത് ധാരാളം ജീർണിച്ച കുറേ മണ്ഡപങ്ങൾ കാണാൻ സാധിക്കും. ഇതെല്ലാം പണ്ട് കാലത്തുള്ളതിൻ്റെ ഓരോരോ അവശേഷിപ്പുകളായിട്ടാണ് കേട്ടോ ഈ പരിസരത്തൊക്കെ ഉള്ളത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വരുന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ഒരു പയ്യൻ അവിടുത്തെ മണ്ഡപത്തിൻ്റെ ഒരു ഫോട്ടോ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. നമ്മളങ്ങനെ ഉച്ച സമയമാണെങ്കിലും നല്ല മഴക്കാറുള്ളതുകൊണ്ട് വെയിലൊന്നും കൂടാതെ ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു തീർത്തിട്ടോ. രാവിലെ വരെ പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഏതായാലും കുറിക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കാണാൻ പോവാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഹംപിയിലെ കൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ഹംപിയിലെ പ്രധാന ആകർഷണങ്ങളിൽ പ്രധാന ഒരു സ്ഥലമാണ് ഇവിടം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭംഗിയുള്ള അടയാളമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നൊരു ക്ഷേത്രം കൂടിയാണിത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രധാന ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 1513 നിർമ്മിതമായതാണ് ഈ ക്ഷേത്രം. രാജാവ് കൃഷ്ണദേവരായരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിഗ്രഹങ്ങളൊന്നുമില്ല, എങ്കിലും ശില്പങ്ങളും ഭംഗിയായ തൂണുകളും ഗോപുരങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഹംപിയിലെ നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. 15ാം നൂറ്റാണ്ടിൽ രാജാവ് കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു നരസിംഹ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം വിഷ്ണുവിൻ്റെ നരസിംഹ അവതാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വലിയ പാറയിൽ കൊത്തിയെടുത്ത ഈ ഒരു നരസിംഹ രൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഹംപിയിലെ ഏറ്റവും വലിയ ക്ഷേത്ര വിഗ്രഹവും ഈ ഒരു വിഗ്രഹം തന്നെയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ബദരിലിംഗ ടെമ്പിളിലേക്കാണ്. അത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ.
വെള്ളത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട സ്പോട്ടുകളിലേക്ക് പോയിരിക്കാനുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വലിയ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ തന്നെ അടുത്തടുത്തുള്ള കാഴ്ചകളാണ് എല്ലാതും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സനാന എൻക്ലോഷർ അഥവാ ലോട്ടസ് മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പൂ പോലെ ഇരിക്കുന്ന ഒരു മഹലാണിത്. ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അവിടെ അടുത്തുള്ള ബോർഡിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോട്ടസ് മഹലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിലെ ഭംഗിയുള്ള സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ രാജാവ് ബുക്കരായരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പുഷ്പത്തോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ ഒരു പ്രവേശന സമയമുള്ളത്. ഇസ്ലാമിക ഹിന്ദു വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹിന്ദു വാസ്തുവിദ്യയും അകത്തുനിന്ന് ഇസ്ലാമിക് ഡിസൈനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സൺലൈറ്റ് പെട്ടെന്ന് കെട്ടിടത്തിൽ പ്രവേശിക്കുന്ന രീതിയിലുള്ള ഒരു രൂപം തന്നെയാണിത്. അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുള്ളത് നേരെ എലിഫന്റ് സ്റ്റേബിളിലേക്കാണ്. രാജഭരണകാലത്ത് അവരുടെ രാജകീയ ആനകളൊക്കെ അവരെ താമസിപ്പിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. 11 ഒരേപോലത്തെ മുറികളാണ് ഇതിനകത്തുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഹസർ രാമചന്ദ്ര ക്ഷേത്രത്തിലേക്കാണ്. ഇതെല്ലാം തന്നെ അടുത്തടുത്തുള്ളതാണെന്നുള്ളത് മറക്കരുത് കേട്ടോ. ഹംപിയിലെ രാജകോട്ടയിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. രാജകുടുംബത്തിൻ്റെ സ്വകാര്യ ആരാധനാലയമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ രാജാവ് കൃഷ്ണദേവരായൻ്റെ കാലത്താണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാമായണത്തിൻ്റെ കഥകൾ പതിപ്പിക്കുന്ന ശില്പകല കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മതിലുകൾ മുതൽ പില്ലറുകൾ വരെ രാമായണത്തിലെ കഥകൾ വളരെ നന്നായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നു. മതിലുകളിൽ 1000-ഓളം രാമായണത്തിലെ രംഗങ്ങളാണ് ചിത്രങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് 1000 എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ഹസാർ, അതാണ് ഹസാർ രാമചന്ദ്ര ക്ഷേത്രം എന്നതിനെ പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോകുന്നത് അടുത്തായിട്ടുള്ള സ്റ്റെപ്പ്ഡ് ടാങ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ പുഷ്കരണി എന്നതിനെ പറയപ്പെടും കേട്ടോ. ഹംപിയിലെ അത്ഭുതകരമായ വാസ്തുശില്പകലകളിൽ ഒന്നാണ് ഈ സ്റ്റെപ്പ്ഡ് ടാങ്ക് എന്ന് പറയുന്നത്. ഹംപിയിലെ റോയൽ എൻക്ലോഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാജവാസ ഭാഗത്തോട് ചേർന്ന് രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ഈ ടാങ്കാണ്. 14-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയാണ് ഇതിന് നിർമ്മാണ ശൈലി എന്ന് പറയുന്നത്. പ്രധാനമായും രാജകുടുംബം, രാജയോഗങ്ങൾ അല്ലെങ്കിൽ ആചാര കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ടാങ്ക് ഉപയോഗിച്ച് വന്നിരുന്നത്. ടാങ്ക് പൂർണ്ണമായും കറുത്ത കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ചുറ്റിലും സിമ്മട്രിക്കൽ ആയിട്ടുള്ള ചവിട്ടുവഴികളാണ് നമുക്ക് കാണാൻ. ശരാശരി 22 മീറ്റർ ചുറ്റളവും 7 മീറ്റർ വരെ ആഴവും ഇതിനുണ്ട്. മഴവെള്ളം ശേഖരിക്കാനും പിന്നെ കിണറുകൾ വഴി ജലം സംഭരിക്കാനുമുള്ള വളരെ നൂതനമായുള്ള നാളങ്ങളുള്ള ഒരു ജലവിനിമയ സംവിധാനം തന്നെയാണ് ഇതിനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മഹാനവമി ഡിബ്ബ എന്ന് പറയുന്നതാണ്. ഇതിനെ ദസറ പ്ലാറ്റ്ഫോം എന്നുകൂടി പറയുന്നുണ്ട്. മഹാരാജാക്കന്മാരുടെയും ആഡംബര പരിപാടികൾക്കും പൊതുജന അവലോകനങ്ങൾക്കും വേണ്ടിയിട്ടാണ് പണിതതാണ് ഈ ഒരു മേൽവേദി എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇത് പണിതിട്ടുള്ളത്. 40 അടി ഉയരമുണ്ട്. പ്രധാനപ്പെട്ട ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം തന്നെ രാജാക്കന്മാരൊക്കെ ഇതിന് മേലെ നിന്നുകൊണ്ടാണ് കണ്ടിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ക്വീൻസ് ബാത്തിലേക്കാണ്. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്ക്, പ്രത്യേകിച്ചും രാജകുമാരിമാർക്കും റാണിമാർക്കും വേണ്ടി നിർമ്മിച്ച സ്വകാര്യ സ്നാനഗ്രഹമാണ് ഈ ക്വീൻസ് ബാത്ത് എന്ന് പറയുന്നത്. ഇത് രാജ്യത്തെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളുകൾ എന്ന രീതിയിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ചുറ്റും മൂടിയ മതിലുകളുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഇത്. അകത്ത് ഏകദേശം 6 അടി ആഴമുള്ള കുളം കാണാൻ പറ്റും. കെട്ടിടത്തിന്റെ പുറംഭാഗം വളരെ സാധാരണമാണ്. പക്ഷേ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മനോഹരങ്ങളായിട്ടുള്ള വാസ്തുവിദ്യയും ശില്പകലയും നമുക്ക് കാണാൻ സാധിക്കും. റോയൽ എൻക്ലോഷറിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജകുമാരിയുടെ ഒരു സ്വകാര്യ സ്ഥലമാണ് ഇവിടെ. ഇതിനകത്ത് കുളിക്കാനുള്ള കുളവും പിന്നെ വസ്ത്രം മാറ്റുന്നതിനായിട്ടുള്ള ഇടങ്ങളും വെന്റിലേഷൻ പിന്നെ വെള്ളം ഒഴുക്കാനുള്ള ചാലുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. രാജകുമാരികൾക്കായിട്ടുള്ള തണുത്ത വെള്ളം പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഇവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്.
ക്വീൻസ് ബാത്ത് കണ്ട ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒക്ടഗണൽ ബാത്തിലേക്ക്. വിജയനഗര സാമ്രാജ്യത്തിലെ ആഡംബര കുളങ്ങളിൽപ്പെട്ട ഒരെണ്ണമാണ് ഒക്ടഗണൽ ബാത്ത് എന്ന് പറയുന്നത്. 8 വശങ്ങളുള്ള ആകൃതിയാണ് ഇതിനുള്ളത്. പിന്നെ വെറൈറ്റി ആർക്കിടെക്ചറും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ആധുനിക ജല സംവിധാനങ്ങളും സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മികച്ച ചരിത്ര സ്മാരകമാണ് ഒക്ടഗണൽ ബാത്ത് എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാജവാഴികൾ, ഉന്നതർ, സാമൂഹ്യ ചടങ്ങുകൾ, പിന്നെ ജലകായിക വിനോദങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇത് അന്ന് ഉപയോഗിച്ച് വന്നിരുന്നത്. കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും ആകൃതിയും സിമ്മട്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ചാനലുകൾ, പിന്നെ വെള്ളം പുറത്തേക്ക് കൊടുക്കാനുള്ള ഡ്രെയിൻ സിസ്റ്റം എല്ലാം വിചാരിച്ചാണ് ഇത് പണിതിട്ടുള്ളത്. മഴവെള്ള ശേഖരണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഒക്ടഗണൽ ബാത്ത് എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മൾ ഹംപിയിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടോ. അപ്പോഴത്തേക്ക് സമയം 3 മണി ആവാറായി. നമ്മൾ ഏതായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ മീൽസ് കഴിക്കാണ്ട് കയറിയതാണ്. അപ്പോൾ നല്ലൊരു മീൽസൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ റൂമിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അതായത് നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഇവിടെ നിന്നും 6.5 മണിക്കൂർ, അതായത് 340 കിലോമീറ്ററിൻ്റെ യാത്രയുണ്ട് കേട്ടോ. ബാംഗ്ലൂർ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടങ്ങിയെങ്കിലും വഴിക്ക് വെച്ച് ഭയങ്കര മഴ കിട്ടി. നമ്മളാകെ വലഞ്ഞു എന്ന് പറയാം. കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ലാതെ മൊത്തത്തിൽ നമ്മൾ ലഗേജ് ഒക്കെ നനഞ്ഞു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വരെ എത്താൻ കഴിയാതെ വഴിയിൽ എവിടെ ഒരു സ്ഥലത്ത് കയറി റൂം എടുത്തിട്ടു. അപ്പോൾ ചിത്രദുർഗ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. ഇത്രയും ദിവസം യാത്രയിൽ ഏറ്റവും ദുരിതം പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ വരും. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ.